ഓം ശാന്തി. ഈശ്വരൻ നമുക്ക് ഓഫർ ചെയ്യുന്ന 21 ജന്മത്തേക്കുള്ള ആ ഭാഗ്യം സദാകാലത്തേക്ക് സമ്പന്നമായി ഇരിക്കുവാനുള്ള സാധന എന്താണ്? നമുക്ക് ജീവിതം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ ജീവിതത്തിൽ സമ്പന്നതയും ആവശ്യമാണ്. ആ സമ്പന്നതയാണ് നമുക്ക് സംതൃപ്തിയും, അതുതന്നെയാണ് നമുക്ക് സന്തോഷവും നൽകുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, നല്ലതുപോലെ ജീവിക്കണ്ടേ. അപ്പൊ എങ്ങനെയെങ്കിലും 21 ജന്മം കഴിച്ചുകൂട്ടുക അല്ല, പിന്നെയോ സമ്പന്നനായി, സംതൃപ്തനായി, സന്തോഷത്തോടെ ആ ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ അതിനുള്ള ആധാരം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ജ്ഞാനധനമാണ്, ജ്ഞാനരത്നങ്ങളാണ്. അതുകൊണ്ട് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ നമ്മൾ എത്രത്തോളം ജ്ഞാനത്തെ, അതായത് ഈശ്വരീയ ജ്ഞാനത്തെ ധാരണ ചെയ്യുന്നോ അത്ര തന്നെ നമ്മൾ സമ്പന്നരായി തീരുന്നു. ഇവിടെ നമ്മൾ ജ്ഞാനരത്നങ്ങൾ ഉപയോഗിക്കുന്നു, അവിടെ നമ്മൾ യഥാർത്ഥ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. ഈ സമയത്ത് ആത്മാവ് ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടും. അതുകൊണ്ടാണ് ഭക്തിമാർഗത്തില് ദേവന്മാരുടെ ശരീരത്തിൽ രത്നാഭരണങ്ങൾ കാണിച്ചിരിക്കുന്നു. അതായത് മാനസികമായും ശാരീരികമായും ആത്മീകമായും ഭൗതികമായും അവർ എല്ലാം കൊണ്ടും സമ്പന്നരായിരിക്കുന്നു. എപ്പോഴാണോ നമ്മൾ ആത്മാക്കൾ ജ്ഞാനരത്നത്തെ ധാരണ ചെയ്യുന്നത്, നമ്മുടെ ചുണ്ടുകളിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ പുറപ്പെടുന്നത് രത്നങ്ങൾ തന്നെ കേൾക്കുകയും രത്നങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്നത് അവരുടെ ആ ഹർഷിതമായിട്ടുള്ള മുഖം എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഭഗവാനെ പ്രത്യക്ഷനാക്കും. ആസുരീയമായ എല്ലാ അവഗുണങ്ങളെയും കളഞ്ഞ് നമുക്ക് സമ്പന്നരായി തീരാൻ അതിലൂടെ സാധിക്കും. ഓം ശാന്തി.